രാധാകൃഷ്ണൻ ഈ സത്യപ്രതിജ്ഞയ്ക്ക് 1 മണിക്കൂർ മുമ്പ്, ഡൽഹിയിൽ മോദിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് 1 മണിക്കൂർ മുമ്പ് കശ്മീരിൽ ഒരു ഇസ്ലാമിക തീവ്രവാദി ആക്രമണം ഹിന്ദുക്കൾക്ക് നേരെ നടന്നു. മനഃപൂർവ്വമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അത് സത്യപ്രതിജ്ഞ 2.5-3 മണിക്കൂർ ഉണ്ടല്ലോ, ഇത്രയും മന്ത്രിമാർ. അപ്പോൾ ഇത് 6:10 ആണ് നടക്കുന്നത് വൈകുന്നേരം. നാഷണൽ ലെവലിൽ ന്യൂസ് കിട്ടാൻ, ഇന്റർനാഷണൽ ന്യൂസ് കിട്ടാൻ വേണ്ടി. അതെ. അപ്പോൾ ആ സമയത്തും ഇതിൻ്റെ ഒരു മൂകത, ഗ്ലാനി, ഇതൊക്കെ ആ സന്ദർഭത്തിൽ പടരണം എന്നുദ്ദേശിച്ചിട്ട് മനഃപൂർവ്വം ചെയ്തിട്ടുള്ളതാണത്. മാത്രമല്ല നിരപരാധികളായ തീർത്ഥാടകരാണല്ലോ കൊല്ലപ്പെടുന്നത്. അവരെന്ത് കുഴപ്പമാണ് ചെയ്തത് അല്ലേ? ഭക്തിമാർഗത്തിൽ ചരിച്ചു എന്നുള്ളതല്ലാതെ. ഇത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഉത്തർപ്രദേശിൽ നിന്നുള്ളവരാണ് ഈ തീർത്ഥാടകരായിട്ടുണ്ടായിരുന്നത്. അവർ ശിവഗോത്രി ക്ഷേത്രത്തിൽ നിന്ന് കാത്രയിലെ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്നു. ആ പോകുമ്പോൾ ഈ തെരിയത്ത് എന്ന് പറഞ്ഞ പുണി എന്ന് പറഞ്ഞ സ്ഥലത്ത് തെരിയത്ത് ഗ്രാമത്തിൽ വെച്ചിട്ടാണ് ഈ ആക്രമണം ഉണ്ടായത്. അത് കത്തി പിന്നെ ആ പുഴ ഇടുക്കിലേക്ക് താഴേക്ക് വീണു പോവുകയാണ് ചെയ്തത്. ഇതിൽ ഈ ഇസ്ലാമിക തീവ്രവാദികൾ വെടിവെച്ചിട്ടുണ്ട്. ഈ ബസ് പിടിച്ചിട്ട് വെടിവെച്ചതിലാണ് 3 പേര് മരിച്ചിരിക്കുന്നത്, കൊല്ലപ്പെട്ടത്. ബാക്കി 7 പേര് ആ ബസ് താഴേക്ക് പോയിട്ടാണ്. താഴേക്ക് പോകാനാണല്ലോ ഇത് ചെയ്യുന്നത്. അങ്ങനെയും മരിച്ചോട്ടെ, കൊല്ലപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനെ നമ്മൾ ക്ഷണിച്ചിരുന്നില്ല സത്യപ്രതിജ്ഞയ്ക്ക്. ബാക്കി കൊള്ളാവുന്ന ആൾക്കാരെയൊക്കെ ക്ഷണിച്ചിരുന്നു. അപ്പോൾ അതും ചിലപ്പോൾ അവർക്കൊരു പകയ്ക്ക് കാരണമായിട്ടുണ്ടാവാം. പിന്നെ കശ്മീരിൽ ടൂറിസം, വിനോദസഞ്ചാരം വലിയ രീതിയിൽ ഫ്ലറിഷ് ചെയ്ത് അടുത്ത കൊല്ലത്തേക്കുള്ളതും ഒക്കെ ബുക്ക്ഡാണ്. ഈ ഹോട്ടൽ മുറികൾ എന്നൊക്കെ നമ്മൾ റിപ്പോർട്ടുകളിൽ വായിക്കാറുണ്ട്. 3 ലക്ഷം കോടി രൂപ അതിൽ നിന്ന് വരുമാനം ഉണ്ടാവുന്നു എന്നൊക്കെ ഞാനൊരു ഫിഗറൊക്കെ നേരത്തെ വായിച്ചത് ഓർമ്മ വരുന്നു. അങ്ങനെ ഈ അമർനാഥ് യാത്ര തുടങ്ങാൻ പോവുക. അപ്പോൾ ഈ അമർനാഥ് യാത്ര പ്രശ്നമാവണം. ടൂറിസം ചിലപ്പോൾ പല ആളുകളും ഇനി ക്യാൻസൽ ചെയ്തു എന്നൊക്കെ വരുമല്ലോ, അത് പ്രശ്നമാകണം. കാരണം അമർനാഥ് യാത്രയുടെ റൂട്ടിലാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. ഇപ്പോൾ 50 ചുറ്റ് വെടിവെച്ചു എന്നാണ് പറയുന്നത് ഈ ബസ്സിന് നേരെ. ഈ പട്ടാളം ഒക്കെ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകളൊക്കെ NIA അവിടെ പോയിട്ടുണ്ട്. ഏതാനും ദിവസം മുമ്പ് അക്നൂരിൽ 22 തീർത്ഥാടകർ കൊല്ലപ്പെട്ടിരുന്നു. പക്ഷെ അത് ഇങ്ങനത്തെ ഒരു ആക്രമണമാണെന്ന് പറയുന്നില്ല. പക്ഷെ അത് ഉത്തർപ്രദേശിലെ ഹത്രാസ് ഉണ്ടല്ലോ, ഹത്രാസിൽ നിന്നുള്ള തീർത്ഥാടക ബസ്സായിരുന്നു. അതിനെ സംബന്ധിച്ച് ചിലപ്പോൾ അതെ, അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ വെളിയിൽ വരാനുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യാറുണ്ടല്ലോ, ഈ ആഗോള ഗൂഢാലോചന മോദിക്കും BJPക്കും സർക്കാരിനും ഒക്കെ എതിരെ ഉള്ളത്. ഇസ്ലാമിക തീവ്രവാദം. അപ്പോൾ ഈ POKയിൽ സെപ്റ്റംബർ 30 മുമ്പ് തെരഞ്ഞെടുപ്പ് നടക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ്, അത് സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ ഉണ്ടല്ലോ, അങ്ങനെ അത് നടക്കാനിരിക്കുന്നു. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ അശാന്തിയുടേതായിരിക്കുമോ? ഇതിൽ നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം, ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം കാണാതെ ഈ വിഷയത്തെ എടുത്ത് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലേസ് ഓഫ് വർഷിപ്പ് കൺവേർഷൻ എന്നുവെച്ചാൽ ആരാധനാലയങ്ങളുടെ മതം മാറ്റം. അത് ഇസ്ലാമിൻ്റെ അജണ്ടയാണ്. നിങ്ങളൊരു സ്ഥലത്ത് പോയിട്ട് നിങ്ങളുടെ ഒരു ആരാധനാലയം ഉണ്ടാക്കിയല്ല ചെയ്യുന്നത്. അവിടെ നിലവിലുള്ള ആരാധനാലയം പിടിച്ചെടുത്തിട്ട് അതിനെ നശിപ്പിച്ചിട്ട് അത് ഇസ്ലാമിക മോസ്കാക്കി മാറ്റുക എന്നുള്ളതാണ്. അതേ സ്ഥലം, അതെ, അല്ല, അതാണല്ലോ മക്കയും മദീനയും. അതേ സ്ഥലം, അതിൻ്റെ അവശിഷ്ടങ്ങൾ, അതിൻ്റെ തൂണുകൾ. അതാണല്ലോ മക്കയും മദീനയും. മക്കയും മദീനയും മഹാനായ പ്രവാചകൻ പിടിച്ചെടുത്തതാണ്, വേറെ ആരുമല്ല. അത് അവരുടെ ക്ഷേത്രമാണ്, അവരുടെ ആരാധനാലയമാണ്. അത് പോയിക്കോട്ടെ, നമുക്ക് വേറൊരു ആരാധനാലയം ഇവിടെ വെക്കാം എന്നല്ല. അത് പിടിച്ചെടുത്ത് അതിനെ നശിപ്പിക്കും. അതെന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഖുറാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലോകത്തുള്ള ഒരേ ഒരു സത്യവേദം ഇസ്ലാം മാത്രമാണ്. ഒരേ ഒരു വിശുദ്ധ ഗ്രന്ഥം ഇസ്ലാം മാത്രമാണ്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി വേദങ്ങളും ഗ്രന്ഥങ്ങളും എല്ലാം തന്നെ ദൈവനിന്ദ പ്രചരിപ്പിക്കുന്നവരാണ്. എന്താ ദൈവനിന്ദ പ്രചരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം അരൂപിയാണ്. ആ അരൂപിയായ ദൈവത്തെ രൂപത്തിൽ സരൂപിയാക്കി സങ്കല്പിക്കുന്നു. ദൈവനിന്ദയാണ്. ദൈവത്തെ അങ്ങനെ സങ്കല്പിക്കാൻ പാടില്ല. ദൈവത്തിന് രൂപമില്ല, ദൈവത്തിന് ഭാവമില്ല. ദൈവം സ്ഥലകാലങ്ങൾക്ക് അതീതമായി ഇങ്ങനെ എവിടെയോ ഉണ്ട്. അതാണ് ദൈവം. അദ്ദേഹം നമ്മിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തനായി നിൽക്കുന്ന ഒരു ശക്തിയോ മറ്റോ ആണ്. നമ്മൾ ഭരിക്കപ്പെടുന്നവരും അദ്ദേഹം ഭരിക്കുന്നവനുമാണ്. ഇതൊക്കെ ഈ ഇസ്ലാമിക സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരേ ഒരു സത്യവേദം എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള, അത് സ്ഥാപിച്ച് ഈ ഭൂമിയിൽ ഉറപ്പിക്കാനുള്ള ബാധ്യതയാണ് ഗബ്രിയേൽ മാലാഖ പ്രോഫറ്റ് മുഹമ്മദിന് നൽകിയിരിക്കുന്നത്. ദൈവം കൊടുത്തതാണ് എന്ന് പറഞ്ഞ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ദൈവനിന്ദ നടത്തുന്ന സ്ഥാപനങ്ങളാണ് മറ്റാരാധനാലയങ്ങൾ ദൈവനിന്ദ പടർത്തുന്നവയാണ്. ബഹുദൈവ വിശ്വാസം വരുമ്പോൾ ഏകദൈവത്തെ പലതായി വിഭജിച്ചിട്ട് ദൈവത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നു. അനൽ ഹക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ദൈവം എന്ന് പറയുന്ന വലിയ ദൈവനിന്ദ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്തരം ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും സത്യവേദത്തിനനുസൃതമായി പരിവർത്തിപ്പിക്കുക എന്നത് ഇസ്ലാമിൻ്റെ കടമയും ധർമ്മവുമാണ്. സ്വർഗത്തിൽ പോകാൻ അതാണ് ഒരു മാർഗമുള്ളത്. അതവർ ചെയ്യും. അതുകൊണ്ടാണ് ഇന്ത്യയിൽ വന്നിട്ട് ഈ ക്ഷേത്രങ്ങളൊക്കെ ആക്രമിച്ചത്. അല്ലെങ്കിൽ എന്തിനാണ് ആ മധുര തന്നെ പൊളിച്ചിട്ട് അവിടെ തന്നെ ഒരു പള്ളി തൊട്ടടുത്ത് തന്നെ, മധുര പോയിട്ടുള്ളവർക്കറിയാമല്ലോ ആ പള്ളി അവിടെ എന്തിനാണ് പണിത് വെച്ചേക്കണത്. ഇത് കുറച്ചും കൂടി മാറ്റി പണിത് കഴിഞ്ഞാൽ എന്താ പറ്റില്ലേ? പക്ഷെ അവിടെ തന്നെ വേണം. കാരണം ദൈവനിന്ദ എവിടെയൊക്കെ നടക്കുന്നുണ്ടോ അവിടെയെല്ലാം ദൈവനിന്ദ ഇല്ലാതെയാക്കി ദൈവത്തിന് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ദൈവത്തിന് അനുഗുണമായ ഒരു ആരാധനാലയം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ നീങ്ങുന്നത്. ഇത് ആഗോള ഇസ്ലാമിൻ്റെ സ്വഭാവമാണ്. ഇത് തെറ്റാണ് എന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന അംഗീകരിച്ചായിട്ട് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ചോദിച്ചു നോക്ക്. മുസ്ലിം ലീഗിനോട് ചോദിക്കൂ. ഇത് ഖുറാനിൽ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയോ തെറ്റോ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇത് ഇത്തരത്തിലുള്ളൊരു വിശ്വാസം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ബഹുസ്വര സമൂഹത്തെ സങ്കല്പിക്കാൻ കഴിയുക? വ്യത്യസ്തങ്ങളായ സ്വരങ്ങൾ വേണമല്ലോ. അതെങ്ങനെ സങ്കല്പിക്കാൻ കഴിയും ഇത്തരത്തിലൊരു സമീപനം വെച്ചുകൊണ്ട്? ഇതിനൊന്നും അവർ മറുപടി പറയില്ല. അതായത് എല്ലാ ഇസ്ലാമിക സംഘടനകളും ഇതിനെ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. എല്ലാവരും അതിനു വേണ്ടി ടെററിസ്റ്റുകളാകാനില്ല എന്നതും വസ്തുതയാണ്. പക്ഷേ തത്വത്തിൽ ഇതിനെ അംഗീകരിച്ചിട്ടുണ്ട്. എപ്രകാരമാണെന്ന് വെച്ചാൽ, കമ്മ്യൂണിസ്റ്റുകാർ തത്വത്തിൽ വർഗസമരം അംഗീകരിച്ചിട്ടുള്ളതുപോലെ ഇപ്പോൾ ആരും വർഗസമരത്തിന് പോകുന്നില്ല എന്നുള്ളത് വേറൊരു പ്രശ്നം. പലർക്കും ആരോഗ്യ പ്രശ്നമുള്ളതിൻ്റെ പേരിലാണ് പോകാത്തത്. ഈ അടുത്ത കാലത്ത് മ്യാൻമറിലെ അവിടെ ഒരു ഗുഹയുടെ മുമ്പിൽ മുരുകൻ്റെ വലിയ പ്രതിമ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുത്തൻ അവിടെ പോയിട്ടേ, ടൂറിസ്റ്റായിട്ട് പോയിട്ട്, ഒരു മുസ്ലിം ജമാൽ എന്ന് മറ്റേ പറഞ്ഞെടുത്തൻ, അയാൾ അവിടെ പോയിട്ട് ഈ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഇത് കണ്ടില്ലേ, ദൈവര് വിഗ്രഹം പണിത് വെച്ചിരിക്കുന്നു, എന്ത് വൃത്തികേടാണ്, ഇത് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നതിന് വിരുദ്ധമാണ് എന്നൊക്കെ അയാൾ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇതൊരു ചെറിയ കുറിപ്പ് ഞാൻ എഴുതിയിരുന്നു. പക്ഷെ ഷുക്കൂർ എന്ന് പറഞ്ഞിട്ടൊരു ഇസ്ലാമിക പണ്ഡിതൻ, ഇവിടെ ഏതോ അറബി കോളേജിന്റെ പ്രിൻസിപ്പലൊക്കെ ആയിരുന്നു, അയാൾ ചെയ്തത് ശരിയല്ല, അയാൾ ചെയ്തത് ഖുറാൻ വിരുദ്ധമാണ്, മറ്റു മതങ്ങളെ സ്നേഹിക്കണമെന്ന് ഖുറാനിൽ രണ്ടുമുണ്ട്. അതായത് ഈ വാചകവും കൂടി ഉണ്ടല്ലോ. ഖുറാൻ ഒരു പൊളിറ്റിക്കൽ ടെക്സ്റ്റും കൂടിയാണ്. അതാണ് വ്യത്യാസം. കാരണം എവിടെയൊക്കെ മുസ്ലിങ്ങൾ ദുർബലരായിരിക്കുന്നുണ്ടോ അവിടെയൊക്കെ പ്രവാചകൻ സമവായം പറഞ്ഞിട്ടുണ്ട്. എവിടെയൊക്കെ അവർക്ക് 30% കിട്ടുന്നുണ്ടോ അവിടെയൊക്കെ അദ്ദേഹം സമവായം മാറ്റിയിട്ട് ഓൺസ്ലോട്ട് നടത്തിയിട്ടുണ്ട്.
അപ്പോൾ സമവായത്തിൻ്റെ സമയത്ത് പുള്ളി സമവായത്തിന് പറ്റുന്നത് പറയും. അപ്പോൾ കെമാൽ പാഷ ജസ്റ്റിസ് സൗദിയിലോ മറ്റോ പോയി ഒരു പ്രസംഗം നടത്തിയത് അത് കൃത്യമാണ്, സത്യമാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്. അദ്ദേഹം ഖുറാൻ്റെ അതേ കാര്യമാണ് പറഞ്ഞത്, അതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മളിപ്പോൾ ഇവിടെ ഇന്ത്യയിൽ ന്യൂനപക്ഷമാണ്, നമ്മളൊരു 30% വരുന്നവരെ അടങ്ങിയിരിക്കണം, അത് കഴിഞ്ഞാൽ നമുക്ക് മറ്റത് പറയാമെന്നാണ് പറഞ്ഞത്. അതെ, ഇത് മഹാനായ പ്രവാചകൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യും? അതാണ് ഇവിടെയും വരുന്നത്. ഇനി നമുക്ക് കാശ്മീരിലേക്ക് വരാം. കാശ്മീരിൽ സമാധാനം വരുന്നതിന് ഇസ്ലാമിക സംഘങ്ങൾ മുഴുവൻ എതിർക്കുന്നുണ്ട്, മുഴുവൻ എതിർപ്പാണ്. കാരണം കാശ്മീർ നശിച്ച് നാറാണക്കല്ല് കുത്തി കാണണമെന്നാണ് ഇവർക്ക് താല്പര്യം. അവിടെ പുതിയ ജീവിതം വരുന്നു, പുതിയ രീതിയിൽ മനുഷ്യർക്ക് പ്രതീക്ഷകൾ വരുന്നു, അവിടെ അവരുടെ സാമ്പത്തിക കാര്യങ്ങളിൽ അവർക്ക് പുരോഗതി ഉണ്ടാകുന്നു, അവിടെ വികസനം വരുന്നു. ഇതിനെയൊക്കെ ഇസ്ലാമിക സംഘങ്ങൾ എതിർപ്പോടു കൂടിയാണ് കാണുന്നത്. അവിടെ എഞ്ചിനീയർ റഷീദ് എന്ന് പറഞ്ഞിട്ട് ജയിലിൽ കിടക്കുന്ന ഒരു തീവ്രവാദി ജയിച്ചിട്ടുണ്ട്. ഞാൻ പത്രത്തിൽ വായിച്ചു. അപ്പോൾ അതുകൊണ്ട് അവിടെ ബാരാമുള്ളയിൽ അങ്ങേരും മറ്റേ അബ്ദുള്ള കുടുംബത്തിലെ ആളെയാണ് മറ്റേ എന്താണ് ഒമർ അബ്ദുള്ള, അദ്ദേഹത്തിനെയാണ് തോപ്പിച്ചത്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇസ്ലാമിക തീവ്രവാദത്തിന് അവിടെ വേരുകളുണ്ട്, ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇസ്ലാമിക തീവ്രവാദത്തെ ഇവർ പരസ്യമായിട്ട് ഞങ്ങൾ ഇസ്ലാമിക തീവ്രവാദത്തെ അംഗീകരിക്കുന്നില്ല, ഇതിനകത്ത് ഖുറാൻ വിരുദ്ധമാണെന്ന് പറയുമ്പോൾ ഖുറാനിലുള്ള ഇത്തരം ഞാൻ ചോദിക്കട്ടെ, ക്രിസ്ത്യാനിയെയും ജൂതനെയും എവിടെ വെച്ച് കണ്ടാലും അവിടെ വെച്ച് വക വരുത്തണം എന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇസ്ലാമിലുണ്ടല്ലോ, അത് തെറ്റാണെന്ന് സ്വാമി വിവേകാനന്ദൻ എഴുതിയിട്ടുണ്ട്. അല്ലെന്നുണ്ട്, ഞാനിത് വായിച്ചിട്ടുണ്ട്. ഞാൻ വായിച്ച് സാമാന്യം ഭംഗിയായിട്ട് എൻ്റെ ബുദ്ധിക്ക് ഒത്തവണ്ണം ഞാനത് പഠിച്ചിട്ടുണ്ട്. അബ്ദുള്ളയാണ് അത് സമ്പൂർണ്ണമായിട്ടും കൃത്യമായി പഠിച്ചിട്ടുള്ള ഒരാൾ അബ്ദുള്ളയാണ്. അദ്ദേഹത്തോടൊപ്പം പഠിക്കാൻ ലോകത്താർക്കും കഴിയില്ല. ഇത് എനിക്ക് കഴിയാവുന്ന രീതിയിലാണ് ഇത് പഠിച്ചിട്ടുള്ളത്. അബ്ദുള്ള പറയുന്നത് ഞാൻ പഠിച്ചിട്ടില്ലെന്നാണ്. പക്ഷേ ഇത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. അബ്ദുള്ളക്ക് മാത്രം അള്ളാഹു ഇങ്ങനെ പരമ ബുദ്ധി കൊടുത്തിട്ട് ഇത് നീ തന്നെ പഠിച്ചാൽ മതിയെന്ന് അള്ളാഹു എങ്ങും പറഞ്ഞിട്ടില്ലല്ലോ. രാധാകൃഷ്ണന് മറ്റേ അറബിക്ക് അറിയില്ലല്ലോ, അബ്ദുള്ളക്ക് അതറിയാം. അതിൽ വായിച്ചാലേ ഇത് ശരിക്കും മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ തർജ്ജമകളൊക്കെ തെറ്റാണ്. ഇവിടെ അറബി അറിയാത്ത മുസ്ലിങ്ങളാണ് അബ്ദുള്ളയുടെ വാദ പറഞ്ഞു. അതെ. അപ്പോൾ അതാണെങ്കിൽ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, കേരളത്തിലെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങൾക്കും അറബി അറിയില്ല. അറബി അറിയില്ല എന്നുള്ള കാര്യം നമ്മുടെ അറബി കോളേജുകളും അറബി എന്ന് വരുന്നവരുടെയും കണ്ടാൽ തന്നെ നമുക്കറിയാമല്ലോ. അറബി ഭാഷയിൽ വന്നേക്കുന്ന പുതിയ മാറ്റങ്ങളെക്കുറിച്ചൊന്നും ഇവർക്ക് ഒരു ധാരണയില്ല എന്നുള്ളതാണ് അറബി അറിയാവുന്നവർ പറയുന്നത്. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. എന്തായാലും ഇതിനൊരു തർജ്ജിമയുണ്ടല്ലോ, അന്താരാഷ്ട്ര ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ലൈബ്രറി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അറബിക്കല്ല, ഇംഗ്ലീഷാണ്. അത്രയും നമ്മൾ അംഗീകരിക്കണം. അത് ഇൻ്റർനാഷണൽ ലൈബ്രറി ലാംഗ്വേജാണ്. ആ ഇൻ്റർനാഷണൽ ലൈബ്രറി ലാംഗ്വേജിൽ യൂസഫ് അലിയെ പോലെയുള്ള വലിയ അറബി പണ്ഡിതന്മാരാണ് ഇത് തർജ്ജിമ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ തർജ്ജിമയൊക്കെയാണ് ഞങ്ങളൊക്കെ വായിച്ചിട്ടുള്ളത്. ആ തർജ്ജിമയിലാണ് ഞാനിത് പറയുന്നത്. ഇവരെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലണം. ഈ ഖുറാൻ വാക്യം ഖുറാനിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതാണ് എന്ന് മുസ്ലിം ലീഗുകാർ പറയുമോ? ചോദ്യമാണ്. ഇവിടുത്തെ ഏതെങ്കിലും ഇസ്ലാമിക സംഘടനകൾ പറയുമോ? ഇവിടുത്തെ ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാർ പറയുമോ? ഇവിടുത്തെ ഏതെങ്കിലും സെക്കുലറിസ്റ്റുകൾ പറയുമോ ഇത് മാറ്റേണ്ടതാണെന്ന്? ഒരു പക്ഷേ ഹമീദ് ചേന്നമംഗലൂർ പറഞ്ഞേക്കാം, വേറെ ആരും പറയില്ല. എന്താ ഇവരിത് പറയാത്തതിൻ്റെ കാരണം? അപ്പോൾ ഇത് അവരുടെ മതത്തിൻ്റെ ഭാഗമായി ഉള്ളതുകൊണ്ട് തന്നെ അവർക്കിത് ചെയ്തേ പറ്റൂ. പിന്നെ അവരുടെ വേറൊരു വിശ്വാസം, ഒരു മുസൽമാനെ യഥാർത്ഥ മുസൽമാനായി ജീവിക്കണം എന്നുണ്ടെങ്കിൽ ലോകം മുഴുവൻ ഇസ്ലാമൈസ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കണം. അതുണ്ട്. പക്ഷേ ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് ഇത് ശരിയാണ്, തകർത്തിട്ട് വേണം പള്ളി പണിയാൻ. പള്ളി പണിയല്ല, അവിടെ പള്ളി ആക്കും അത്. അതെ. അപ്പോൾ പക്ഷേ ഈ തീർത്ഥാടകരുടെ ബസ് ആക്രമിക്കുന്നത് എങ്ങനെയാണ്? കാരണം അവരെന്തിനാണ് പോകുന്നത്? ക്ഷേത്രത്തിലേക്ക്, വൈഷ്ണവദേവി ക്ഷേത്രം അള്ളാഹുവിന് വിരുദ്ധമാണ്. അപ്പോൾ സത്യവേദത്തിന് വിരുദ്ധമായ അസത്യം ആചരിക്കാൻ വേണ്ടി പോകുന്നവരെ കൊന്നു കഴിഞ്ഞാൽ ഹൂറിമാരെ കിട്ടും. ഇതതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അല്ല എന്ന് ഷുക്കൂർ പറഞ്ഞാൽ എങ്ങനെ ശരിയാകുന്ന? അങ്ങനെയാണെങ്കിൽ ഷുക്കൂർ പറയണം,
ഞാൻ ഖുറാനിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും അംഗീകരിക്കുന്നില്ല, ചില കാര്യങ്ങളെ അംഗീകരിക്കുന്നുള്ളൂ എന്ന്. അങ്ങനെ പറഞ്ഞാൽ ആ ഒറ്റ കാര്യം കൊണ്ട് അയാളെ കൊല്ലാമെന്നും ഖുറാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒറ്റ കാര്യം കൊണ്ട് അയാളെ കൊല്ലാം. ഇതത്ര ചെറിയ കാര്യമൊന്നുമല്ല. ഇതൊക്കെ ഇങ്ങനെ ഈ എന്താണ് സോപ്പിട്ട് പറഞ്ഞ് പോകാനും പറ്റുന്നതല്ല. ഇതൊക്കെ അടിസ്ഥാന പ്രശ്നങ്ങളാണ്. ആ അടിസ്ഥാന പ്രശ്നങ്ങൾ നിലനിൽക്കുവോളം ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ പറഞ്ഞാൽ മതേതരനും ആകാം അല്ലേ? ഏതൊക്കെ പറഞ്ഞാൽ? ഈ ഖുറാനിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതേതരനാകാം. ഇങ്ങനെ പറഞ്ഞാൽ മതേതരനാകില്ല. നേരെ മറിച്ച് ഷുക്കൂർ പറഞ്ഞാലും മതേതരനാകും. കാരണം അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, അത് അവിടെ വെച്ച് പറയാതെ ഇവിടെ വെച്ച്. ഇപ്പോൾ കമാൽ പാഷ മതേതരനല്ലേ? കറ തീർന്ന സെക്കുലറിസ്റ്റ് അല്ലേ? ആ കമാൽ പാഷയുടെ പ്രസംഗം നിങ്ങളും കേട്ടതല്ലേ? അദ്ദേഹം ഖുറാനിലുള്ള കാര്യമാണ് പറഞ്ഞത്. അതൊക്കെ സത്യമല്ലേ? അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ വിരുദ്ധ സമാനമായ ഒരു വാചകം മാർക്സിസത്തിലും ഉണ്ട് കേട്ടോ. കാരണം ജ്യോതി ബസുവിന് മറ്റേ പ്രധാനമന്ത്രിയാകാനൊരു അവസരം വന്നല്ലോ 1996. അന്ന് ഇവിടുന്ന് പോയ എം ലോറൻസ്, KN രവീന്ദ്രനാഥ്, ഇങ്ങനത്തെ ആളുകളുണ്ടല്ലോ, അവരതിനെ എതിർത്തു, ജ്യോതി ബസു ആകണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവർ ഉന്നയിച്ച വാദം ലെനിൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സ്വാധീനമുള്ള ഡോമിനൻസ് ഉള്ള ഒരു സംവിധാനത്തിലേ നമ്മൾ പ്രധാനമന്ത്രി ആകേണ്ടതുള്ളൂ. അത് ലെനിൻ അങ്ങനെയാണ് പറഞ്ഞ കാര്യം. അല്ലാത്തവരെയൊക്കെ നമുക്ക് ശരിപ്പെടുത്താമെന്ന് ലെനിൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അത് നടക്കില്ല. ലോറൻസ് ചേട്ടനും രവീന്ദ്രനാഥും വിസ്മരിച്ചൊരു കാര്യം, ലെനിൻ അവരെയൊക്കെ ശരിപ്പെടുത്തി അത് സ്ഥാപിച്ചു. ഇവർക്ക് ഇവിടെ സാധിക്കുന്നില്ല. ഇത് ഭരണഘടന അംഗീകരിച്ചുകൊണ്ടാണ് പോകുന്നത്. ഭരണഘടന തൊട്ട് സത്യം ചെയ്യാതെ ജ്യോതി ബാസുവിനും പ്രധാനമന്ത്രിയാകാൻ പറ്റില്ല, മുഖ്യമന്ത്രിയാകാനും പറ്റില്ല. പിന്നെ ആ ഭരണഘടന തൊട്ട് സത്യം ചെയ്തിട്ട് സത്യവിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ടാം തരം കാര്യമാണ്, അന്തസ്സുള്ളവർക്ക് പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞാണ് കറക്റ്റ് ആകണ്ടെന്ന് പറഞ്ഞത്. അതിന് വേറെയും കാരണങ്ങൾ കണ്ടേക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.